നമസ്കാരം. അമേരിക്ക അതിന്റെ 250-ാം സ്വാതന്ത്ര്യദിന നിറവിലേക്ക് കടക്കുമ്പോൾ സ്മാരകങ്ങളെയും ചരിത്ര സ്മരണകളെയും ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപിടിക്കുകയാണ്. അടുത്ത മാസം രാജ്യം ചരിത്രപരമായ സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ പൊതുസ്മാരകങ്ങളും പതാകകളും പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങൾ മുമ്പത്തേക്കാളും ശക്തമാവുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതും കടുത്തതുമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിർദ്ദേശങ്ങളാണ്. ഗാർഡൻ ഓഫ് ഹീറോസ്, കൂറ്റൻ ഫ്രീഡം കമാനം, വിശാലമായൊരു ബോൾ റൂം എന്നിവ നിർമ്മിക്കുന്നതിനൊപ്പം വാഷിംഗ്ടൺ സ്മാരകത്തിന് മുന്നിലെ തടാകത്തിലെ വെള്ളത്തിന് ബഹാമിയൻ ലക്ഷറി ഹോട്ടൽ സ്വിമ്മിംഗ് പൂളിന്റെ നിറം നൽകുക തുടങ്ങിയ വിചിത്രമായ പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ പദ്ധതികളുടെ ഉള്ളടക്കം മാത്രമല്ല, ഇവ നടപ്പിലാക്കുന്നതിൽ പൊതുജനങ്ങളുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തുന്നില്ലെന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പൊതുവിടങ്ങളിൽ ഏതെല്ലാം അമേരിക്കൻ ചരിത്രങ്ങളാണ് സ്മരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്ന മോണ്യുമെന്റ്സ് ലാബ് എന്ന സംഘടനയുടെ ഡയറക്ടർ പോൾ ഹാബർ ട്രംപിന്റെ ഈ നടപടികളെ രൂക്ഷമായി വിമർശിക്കുന്നു. തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുന്നതാണ്. തന്റെ ബോൾ റൂം നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും, കെന്നഡി സെന്ററിൽ തന്റെ പേര് ചേർത്തില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയും ഇതിന് അടിവരയിടുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതീകങ്ങളും വ്യവസ്ഥിതികളും തമ്മിൽ പണ്ടുമുതലേ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഹാർബർ ചൂണ്ടിക്കാണിക്കുന്നു. അധികാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇത്തരം സ്മാരകങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. എന്നാൽ സ്മാരകങ്ങളെ ചൊല്ലിയുള്ള ഈ പോര് ട്രംപിൽ മാത്രം ഒതുങ്ങുന്നില്ല. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി മുൻ മേയർ എഡ് കൗച്ചിന്റെ പേര് 59 സ്ട്രീറ്റ് പാലത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുമ്പോൾ പ്രശസ്ത ലാറ്റിൻ തൊഴിലാളി നേതാവായിരുന്ന സിസ ചാവേസിന്റെ പേരിലുള്ള ലൈബ്രറികളും സ്കൂളുകളും നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ്. അദ്ദേഹം പ്രായപൂർത്തിയാകാത്തവർക്കടക്കം നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിരുന്നെന്ന വെളിപ്പെടുത്തലുകളാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളെ ചൊല്ലിയുള്ള ഇത്തരം പോരാട്ടങ്ങൾക്ക് അമേരിക്കയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1776 ജൂലൈയിൽ ലോവോ മാൻഹാറ്റനിലെ ജനങ്ങൾ ജോർജ് മൂന്നാമൻ രാജാവിന്റെ പ്രതിമ തകർക്കുകയും വിപ്ലവത്തിനുള്ള വെടിയുണ്ടകൾ ഉണ്ടാക്കാൻ അത് ഒരുക്കുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് 2017 വിർജീനിയയിലെ ഷാർലറ്റ്സ്വില്ലിൽ നടന്ന വംശീയ സംഘർഷങ്ങൾ കോൺഫെഡറേറ്റ് ജനറലായ റോബർട്ട് ഇ ലീയുടെ പ്രതിമ മാറ്റുന്നതിനെതിരെയുള്ള പ്രതിഷേധവുമായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭങ്ങളുടെ ഫലമായി രാജ്യത്തുടനീളം 400ഓളം കോൺഫെഡറേറ്റ് പ്രതീകങ്ങളാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ നായകന്മാരെയും മൂല്യങ്ങളെയും ജീവിത രീതിയും ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെയുള്ള മറുപടി എന്ന നിലയിൽ ട്രംപ് ഗാർഡൻ ഓഫ് ഹീറോസ് പദ്ധതി കൊണ്ടുവരുന്നത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തികളുടെ പ്രതീകങ്ങളായിരിക്കും ഇവിടെ സ്ഥാപിക്കുക എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഭാവി ചരിത്രത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ എല്ലായ്പ്പോഴും ഭൂതകാലത്തിന്റെ ചരിത്രം ആരെഴുതുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ഫാർബർ നിരീക്ഷിക്കുന്നു. സ്മാരകങ്ങൾ വെറും കലാരൂപങ്ങളല്ല, മറിച്ച് അധികാരത്തിന്റെയും സ്മരണകളുടെയും പ്രതീകങ്ങളാണ്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭങ്ങൾ 6 വർഷം പിന്നിടുമ്പോൾ പ്രതിമകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരു വട്ടമേശ പൂർത്തിയാക്കി വീണ്ടും പഴയ സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. ഒഹയോയിലെ കൊളംബസിൽ നിന്നും മുൻപ് നീക്കം ചെയ്ത ക്രിസ്റ്റഫർ കൊളംബസിന്റെ കൂറ്റൻ പ്രതിമ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇറ്റാലിയൻ അമേരിക്കൻ സംഘടനകൾ നിയമപോരാട്ടത്തിലാണ്. വൈറ്റ് ഹൗസിന് സമീപം കൊളംബസിന്റെ മറ്റൊരു പ്രതിമ ട്രംപ് ഭരണകൂടം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അടിമത്തത്തെ അനുകൂലിക്കുന്ന ആളും ഭരണഘടനാ ശില്പികൾ ഒരാളുമായ സീസർ റോഡ്നിയുടെ മുൻപ് നീക്കം ചെയ്ത പ്രതിമയും ട്രംപ് സർക്കാർ വീണ്ടും സ്ഥാപിച്ചു. ഇതോടൊപ്പം തന്നെ ഫ്ലോറിഡയിലെ തന്റെ ഡോറൽ ഗോൾഫ് കോഴ്സിൽ ട്രംപ് സ്വന്തം പ്രതിമയും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിലും വിചിത്രമായി ട്രംപിന്റെ ചിത്രം പതിപ്പിച്ച പുതിയ $250 കറൻസി നോട്ട് അച്ചടിക്കാൻ ട്രഷറി വകുപ്പ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ കറൻസിയിൽ അച്ചടിക്കുന്നത് വിലക്കുന്ന നിയമങ്ങളെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തനിക്ക് ഒരു സ്മാരകം എന്ന രീതിയിലാണ് ഫോക്സ് ന്യൂസ് ചാനലിന്റെ ജെസി വാട്ടേഴ്സിനോട് ട്രംപ് തന്റെ പുതിയ 90,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വൈറ്റ് ഹൗസ് ബോൾ റൂം നിർമ്മാണത്തെക്കുറിച്ച് സംസാരിച്ചത്. ഭാവിയിലെ പ്രസിഡന്റുമാർക്ക് ഉപയോഗിക്കാനാണ് ഈ ബോൾ റൂം എന്നാണ് ട്രംപിന്റെ അവകാശവാദമെങ്കിലും ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ടെന്നത് സത്യമാണ്.